മാനസികവും ശാരീരികവുമായ ആരോഗ്യം തുടങ്ങുന്നത്. അതെ, ഗർഭം ധരിക്കുന്നത് മുതൽ എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു. ഇനി അപ്പോൾ എന്താണ് ഗർഭാവസ്ഥയിൽ മുതൽ, ഗർഭം ധരിക്കുന്നത് മുതൽ എന്ത് ചെയ്യുന്നു, മാനസികവും ശാരീരികവുമായ ആരോഗ്യം തുടങ്ങുക. ആ സമയത്ത് മുതലുള്ള കാര്യങ്ങൾ ആരെ ബാധിച്ചു തുടങ്ങും? കുട്ടീനെ ബാധിച്ചു തുടങ്ങും അല്ലേ? അപ്പൊ അമ്മയുടെ മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ, സാമൂഹികാവസ്ഥ, ഒരു മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിന് നിശ്ചയിക്കുന്ന, മെന്റൽ ഹെൽത്തിനെ നിശ്ചയിക്കുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് അയാളുടെ ബയോളജി, 2 അയാളുടെ സൈക്കോളജി, 3 അയാളുടെ സോഷ്യൽ എൻവയോൺമെന്റ്. അതായത് ഈ കുട്ടികളെ എന്താ പറയാ, കുട്ടികൾ ഈ പറഞ്ഞ മാനസിക പ്രശ്നങ്ങളും മറ്റും പരീക്ഷ ചില കുട്ടികൾ പരീക്ഷ പരീക്ഷ കുട്ടികൾ ചെന്ന മുഴുവൻ മറക്കും. മനസ്സിലായോ? പല റിസൾട്ടിന്റെ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും കണ്ടതായി കഴിഞ്ഞാൽ അവർക്കുള്ള മാനസിക സംഘർഷങ്ങൾ, അതിന് വീട്ടിലത്തെ അന്തരീക്ഷം മോശമാവണ, എല്ലാ വീടുകളിലും ഒരേമാതിരി സന്തോഷമൊന്നും ആവില്ല. പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോ അവിടെയൊക്കെയുള്ള കുട്ടികൾ, ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും, മാനസികമായിട്ട് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്ത കുട്ടികള് അവർ സ്കൂളിൽ വരുമ്പോഴും അവരെന്ത് ചെയ്യും, അതിന്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കും, അവർ കുടുംബം. അപ്പൊ അത് കണ്ടെത്തേണ്ടതാണ് അവിടുത്തെ ക്ലാസ് ടീച്ചറാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യാം, അതിലൊക്കെ പ്രായം കഴിഞ്ഞാൽ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു 7ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അവരെ നമുക്ക് കിട്ടാൻ അതില്ല. എന്തായാലും വലിയ കുട്ടികളാണെങ്കിലും കൂടി അവരെയും കൂടി നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. അത് ചെയ്തിട്ട് അവരെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോ അടുത്ത അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചിരി ഹെൽപ്പ് ലൈനിന്, ചിരി ഡിജിറ്റൽ അഡിക്ഷൻ സെന്റർ തൃശ്ശൂര്, കേരളത്തിൽ 6 ഡിജിറ്റൽ അഡിക്ഷൻ സെന്റർ തുറന്നിട്ടുണ്ട്. 1 തിരുവനന്തപുരം, 1 കൊല്ലം, 1 എറണാകുളം, 1 തൃശ്ശൂര്, 1 കോഴിക്കോട്, 1 കണ്ണൂർ. 6 ഡിജിറ്റൽ അഡിക്ഷൻ സെന്റർ. നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ടോൾ ഫ്രീ നമ്പറായ 94 97 900 200 എന്ന ടോൾ നമ്പറിന്റെ ഇവരുടെ കോർഡിനേറ്റർക്ക് അറിയാം. അതേമാതിരി സ്കൂൾ പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രദർശിപ്പിക്കാമെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്പോ അല്ലെങ്കിലും ഈ നമ്പർ നിങ്ങൾ എഴുതി വെക്കുക. ഓരോ രക്ഷിതാക്കളുടെ കയ്യിൽ ഉണ്ടാവണം. എന്തുണ്ടെച്ചാൽ കുട്ടികളുടെ പ്രശ്നം ഉണ്ടെച്ചാൽ നേരെ ചിരി ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുക. അതേമാതിരി മാനസിക പ്രയാസങ്ങളും, അതേമാതിരി പരീക്ഷാ പേടി, പരീക്ഷയില് ചെല്ലുമ്പോൾ പരീക്ഷ എഴുതിയത് മറക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങള്, അതേമാതിരി ഈ പഠനപരമായ വൈകല്യങ്ങൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രത്യക്ഷം കാണുകയാണെങ്കിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യാം, ചിരി ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാം. 24 മണിക്കൂറും 365 ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് അത് തുറന്നിരിപ്പുണ്ട്. കേരള പോലീസ് സോഷ്യൽ പോലീസിംഗ് ഡയറക്ടറേറ്റിന്റെ കീഴിലുള്ള ഒരു സംവിധാനമാണ് ചിരി. ചിരിയല്ല, കുറെ പ്രൊജക്ട്, സ്റ്റുഡന്റ് പോലീസുകാരുടെ ടൈപ്പ് പ്രൊജക്റ്റാണ്. അതേമാതിരി തന്നെ HOP ഹോപ്പ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ട്. അതേമാതിരി സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇതൊക്കെ അതിൽപ്പെട്ട പ്രൊജക്ടുകളാണ്. അതില് ഒരു ചിരി പ്രൊജക്റ്റിൽ കൂടെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ രക്ഷിതാക്കളെ അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരം ക്ലാസുമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അടുത്ത സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ ചിരി കൗൺസിലിംഗ് സെന്ററിലെ മലപ്പുറത്തെ ചിരി സൈക്കോളജിസ്റ്റ് മിസ്റ്റർ അൻവർ അലി, അദ്ദേഹം വാർത്തകൾ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, എത്ര സമയം ഫോൺ ഉപയോഗിക്കാറുണ്ട്? ഓക്കെ, 3 മിനിറ്റോ? അതെങ്ങനെ കറക്റ്റ് 3 മിനിറ്റ് കണക്കാക്കുന്നത്? പേടി എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. അതിന് ഒരുപാട് ലക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ റെസ്റ്റ്ലെസ് ആവുക കുട്ടികൾ, അല്ലെ ആളുകൾ, ഒരു റെസ്റ്റ് ചെയ്യാനേ പറ്റാത്ത